ഭൂമി എന്ന ലോകത്ത് എല്ലാം ശാശ്വതമാണ്. ഈ ലോകത്ത് നമ്മൾ അത്രമേൽ അവസാനിക്കല്ലേ എന്ന് പറഞ്ഞ് ആസ്വദിക്കുന്ന ഓരോന്നും എന്നാൽ പെട്ടെന്ന് കടന്നു പോകും. നമ്മൾ വേദനിക്കുന്ന നാളുകൾ അങ്ങേയറ്റം എഴഞ്ഞെഴഞ്ഞായിരിക്കും കടന്നു പോവുക. എന്നാൽ ആ വേദനിക്കുന്ന നാളുകൾ, ആ കറുത്തിരുണ്ട നാളുകളാണ് ഇനി ഫുട്ബോൾ ലോകത്തിന് വരാനിരിക്കുന്നത്. അതേസമയം നമ്മളേറെ ആസ്വദിച്ച, നമ്മളേറെ എൻജോയ് ചെയ്ത ആ നാളുകൾ ഇവിടെ അസ്തമിക്കാൻ പോകുകയാണ്. അതെ, ഒരിക്കലും അവസാനിക്കല്ലേ, ഒരിക്കലും സംഭവിക്കല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച സംഭവം ഇവിടെ സംഭവിക്കുകയാണ്. എത്രയോ ഫാൻ ഫൈറ്റുകളാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തത്. പറഞ്ഞു വരുന്നത് കാലചക്രം കവർന്നെടുക്കാൻ പോകുന്ന ആ വിസ്മയിപ്പിക്കുന്ന ആ ആസ്വാദനം തന്നെയാണ്. അതെ, അവരുടെ ആസ്വാദനം. യെസ്, ഒരുവൻ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, ചെഗ്വേരയുടെ നാട്ടിൽ നിന്ന് പോളിയോ രോഗത്തെ അതിജീവിച്ച് വന്നവനാണ് ലയണൽ ആന്ദ്രിയസ് മെസ്സി. മറ്റൊരുവൻ പോർച്ചുഗൽ എന്ന യൂറോപ്യൻ രാജ്യത്ത് നിന്ന്, പറങ്കികളുടെ രാജ്യത്ത് നിന്ന്, സ്വന്തം അമ്മ പോലും വിധിയുടെ ക്രൂരതകളാൽ തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആ അമ്മയും ആ രാജ്യത്തെയും ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയവനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേറോ. എന്നാൽ ഓർമ്മയില്ലേ, 2006 അന്ന് വിശ്വമാമാങ്കത്തിന്റെ വേദിയിലേക്ക് അവർ ഓടിക്കേറുമ്പോൾ അന്ന് ഓരോ ഫുട്ബോൾ ആരാധകന്റെയും ഹൃദയത്തിലേക്കായിരുന്നു, ആ ഹൃദയത്തിന്റെ പടികൾ ചവിട്ടുകയായിരുന്നു അവർ. 2007 അന്ന് സാക്ഷാൽ കക്ക ആ ബാലൻഡിയോർ വിന്നർ ആകുന്നു. എന്നാൽ അവിടെ കൂടിയവർ അറിഞ്ഞില്ല, ലോകം അറിഞ്ഞിരുന്നില്ല. അതെ, നാളെയുടെ ലോകത്തെ അടക്കി ഭരിക്കാൻ പോകുന്നവരാണ് അവിടെ ഇരിക്കുന്നതെന്ന്, നാളെയുടെ ലോകത്തെ വിസ്മയിപ്പിക്കാൻ പോകുന്നതാണ് അവിടെ ഇരിക്കുന്നതെന്ന്, ആ പയ്യന്മാർ നാളെയുടെ ഇതിഹാസങ്ങളായി ലോകത്തെ ഭരിക്കാനിരിക്കുന്നവരാണെന്ന്. അതെ, അവർ അന്ന് 2ഉം 3ഉം സ്ഥാനത്ത്. പിന്നീട് 2008 തൊട്ടടുത്ത വർഷം മുതൽ അവർ മാറി മാറി വാങ്ങിച്ചതല്ലേ ആ ബലൻഡിയോർ, അവരുടെ സിംഹാസനമായതല്ലേ ആ ബലൻഡിയോർ വേദി. 8ഉം 5ഉം തവണ അവർ അത് നേടിയതല്ലേ. ലോകത്തെ മികച്ചവരായി അവർ എത്രയോ വാണിരിക്കുന്നു. എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് അവരുടെ ലാലിഗയിൽ ബാർസലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് കളി വരുമ്പോൾ അവരുടെ പോരാട്ടത്തിന് വെയിറ്റ് ചെയ്തിരുന്ന എത്രയോ നാളുകൾക്ക്, ഇറ്റാലിയൻ സീരിയയിലും അതേപോലെ തന്നെ ഫ്രഞ്ച് ലീഗിലും അവരുടെ കളികൾക്ക് വെയിറ്റ് ചെയ്തിരുന്ന എത്രയോ നാളുകൾക്ക്, അതേപോലെ അമേരിക്കൻ ലീഗിലും സൗദി പ്രോ ലീഗിലും അവരുടെ കളികളെ വെയിറ്റ് ചെയ്തിരുന്ന എത്രയോ നാളുകൾക്ക് അർത്ഥം പകർന്നവർ പടിയിറങ്ങുകയാണ്. ഉറക്കമില്ലാത്ത രാവുകൾ അവർ സമ്മാനിച്ച ഉറക്കമില്ലാത്ത രാവുകൾ ഓർമ്മയുടെ താളുകളിലേക്ക് മറയുകയാണ്. അതെ, അവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത ഫാൻ ഫൈറ്റുകൾ, അവർക്ക് വേണ്ടി നമ്മൾ അടികൂടിയത്, അവർക്ക് വേണ്ടി ഇല്ലാത്ത പൈസ ഒപ്പിച്ചടിച്ച കട്ടൗട്ടുകൾക്കും ഫ്ലെക്സുകൾക്കും എല്ലാം ഇവിടെ അവസാനം കുറിക്കുകയാണ്. അതെ, അതേടാ, ഇനി അവരില്ല. അതെ, ഈ 2026 അവർ പടിയിറങ്ങുകയാണ്. പക്ഷേ ഇരുവരും അവരുടെ ക്ലബ് ഫുട്ബോളിൽ നമ്മളെ വിസ്മയിപ്പിച്ചപ്പോഴും അന്താരാഷ്ട്ര ഫുട്ബോളിൽ അവർ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നേറി, ശരിയാണ്. പക്ഷേ അവർക്ക് കിരീടമില്ലല്ലോ എന്ന് പലതവണ വിമർശകർ മുദ്ര കുത്തിയവതല്ലേ. മെസ്സി എന്നും റൊണാൾഡോ എന്നും നമ്മൾ പലതവണ ഫൈറ്റ് ചെയ്തിട്ടില്ലേ. എന്നാൽ മിഷ്ക കഴിഞ്ഞ തവണ വേൾഡ് കപ്പോടെ തന്റെ ആ രാജ്യത്തിന് വേണ്ടി ഒന്നും നേടാത്തവനെന്ന റെക്കോർഡ്, രാജ്യത്തിന് വേണ്ടി ഒന്നും നേടാത്തവനെന്ന ആ ഒരു അപമാനം അവിടെ അവസാനിപ്പിച്ചു. എന്നാൽ ഇനി രാജാവിന്റെ സമയമാണ്. രാജാവിന്, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന രാജാവിന് ആ വേൾഡ് കപ്പ് നേടി അത് അവസാനിപ്പിക്കുക തന്നെ വേണം. കാരണം അല്ലെങ്കിൽ അത് കാലത്തിന്റെ കാവ്യനീതി ആയിരിക്കില്ല. നമ്മുടെ നമ്മുടെ കുട്ടിക്കാലത്തിന്, നമ്മുടെ കൗമാരത്തിന്, നമ്മുടെ ഓരോ ഏജുകൾക്കും, നമ്മുടെ എല്ലാ വികാരങ്ങൾക്കും അർത്ഥം പകരുകയാണ്. അർത്ഥം പകർന്ന് അവർ പടിയിറങ്ങുകയാണ്. അതെ, ഫുട്ബോൾ എന്നാൽ മെസ്സി എന്നും റൊണാൾഡോ എന്നും വിളിച്ചു വളർന്ന നമുക്ക് അവരില്ലാത്ത കാലം ചിന്തിക്കാനാകില്ല. പ്രിയപ്പെട്ട മെസ്സി ആരാധകരെ, 2022 ഫിഫ വേൾഡ് കപ്പ് മെസ്സി നേടിയതിനു ശേഷം ഇന്നേക്ക് 4 വർഷങ്ങൾ നിങ്ങൾ യാത്ര ചെയ്തത് ആ മനുഷ്യൻ ആ കിരീടം നേടണേ എന്ന് ആഗ്രഹിച്ചിട്ടല്ലേ? പ്രിയപ്പെട്ട റൊണാൾഡോ ആരാധകരെ,
2022 മൊറോക്കോവുമായി തോറ്റ് ആ മനുഷ്യൻ പുറത്തേക്ക് പോകുമ്പോൾ ഈ കപ്പിന് മെസ്സിക്ക് കിട്ടട്ടെ എന്ന് നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, വിസ്മയിപ്പിച്ച, ആനന്ദിപ്പിച്ച, ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച, പലതവണ നമ്മളെ സന്തോഷത്തിന്റെ പരകോടിയിലേക്ക് കൊണ്ടുപോയ അവരിരുവരും പടിയിറങ്ങുകയാണ്. ലിയോ റോണോ യുഗം ഇവിടെ അവസാനിക്കുകയാണ്. വി മിസ് യു ലിയോണൽ മെസ്സി ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ. കാലമുള്ളിടത്തോളം നിങ്ങൾ അമരസ്മരണ. ലോക ഫുട്ബോൾ ഉള്ളിടത്തോളം നിങ്ങൾ ഫുട്ബോൾ ലോകത്തിന്റെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുക തന്നെ ചെയ്യും. കാലമേ, നിനക്കിനി പിറക്കുമോ ഇങ്ങനെ രണ്ട് ഇതിഹാസങ്ങൾ? ഇവരുടെ കാലത്ത് ജീവിക്കാനായെന്നത് തന്നെ നമുക്ക് ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യം തന്നെയല്ലേ? ഇഷ്ടപ്പെട്ടു തന്നെയായിരുന്നു.